ദേവകിയമ്മേ, ദേവകിയമ്മേ, എന്തോ? കൊച്ചമ്മീന്ന് വിളിച്ചോ? മണി 5 കഴിഞ്ഞു. മോനെ കാണുന്നില്ലല്ലോ. നമുക്ക് സ്കൂൾ വരെ ഒന്ന് പോകാം. വിജയൻ സാറും മോനെ കൂട്ടിക്കൊണ്ട് വരുന്നല്ലേ പതിവ്. ജോലി തിരക്കിനിടയിൽ മോന്റെ കാര്യം മറന്നു കാണും. ഒരു ഡ്രൈവറെ നിയമിക്കാൻ ഞാൻ പലതവണ പറഞ്ഞാണ്. നമുക്ക് പോയി നോക്കാം. സാറിനെ കാണാഞ്ഞുകൊണ്ട് കുഞ്ഞു സ്കൂളിന്റെ വാതിൽക്കെന്ന് കരയായിരുന്നു. അതുകൊണ്ടാണ് ഞാൻ കൂട്ടിക്കൊണ്ടുവന്നത്. വളരെ ഉപകാരം. പേടിച്ചു പോയതാ. സാരല്ല കേട്ടോ. അമ്മ മോന് ഇഷ്ടമുള്ള പലഹാരം ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. കൂട്ടി വാ, നിറച്ചു തരാ. കൽപ്പനേ, എത്ര വർഷമായിട്ട് കണ്ടിട്ട്? ഇവിടെ വെച്ച് നമ്മൾ കണ്ടുമുട്ടിയത് ഈശ്വര നിശ്ചയമാണ്. ചേട്ടാ, ഇതാണ് ഞാൻ എപ്പോഴും പറയാറുള്ള എന്റെ കൂട്ടുകാരി കൽപ്പന. നമസ്കാരം. ഇതാണ് ഞാൻ എപ്പോഴും പറയാറുള്ള രേവതി, ഇതിന്റെ ഹസ്ബൻഡ്. എന്നാൽ ഞാൻ സ്വയം പരിചയപ്പെടുത്തിയേക്കാം. ശ്രീമതി രേവതിയുടെ ഭർത്താവ്, പേര് രവി, തൊഴിൽ ഫ്രീലാൻസ് ഫോട്ടോഗ്രാഫർ. നിങ്ങൾ എന്നിവിടെ വന്നു? വന്നിട്ട് 2 മാസമായി. ഇവിടെ ബസ് സ്റ്റാൻഡിനടുത്ത് ഒരു വാടക വീട്ടിലാ താമസം. നിനക്ക് എത്ര കുട്ടികളുണ്ട്? ഒരു മോൻ. നിനക്കോ? ഒരു മോൾ. നാളെ തന്നെ എല്ലാരും കൂടെ ഞങ്ങളുടെ വീട്ടിലേക്ക് വരണം. ആദ്യം നിങ്ങൾ ഞങ്ങളുടെ വീട്ടിലേക്ക് വരണം. ഏയ്, അത് പറ്റില്ല. ആദ്യം ക്ഷണിച്ചത് ഞങ്ങളാ. ഓൾ റൈറ്റ്, നാളെ തന്നെ വരാം. വീട് ജില്ലാ കോർട്ടിന്റെ അവിടുന്ന് നേരെ കിഴക്കോട്ട്. വീടും മേൽവിലാസവും ഒക്കെ കണ്ടുപിടിക്കുന്ന കാര്യത്തിൽ ഞാനൊരു വിദഗ്ധനാ. അപ്പൊ നാളെ കാണാം. Elephant, tiger, tiger, jackal, jackal. പറഞ്ഞു. നമസ്കാരം. ഇരിക്കെ. വീട് കണ്ടുപിടിക്കാൻ ബുദ്ധിമുട്ടിയോ? ടാക്സിക്കാരൻ നേരെ ഇവിടെ കൊണ്ടിറക്കി. അതെ, വീട്ടുകാരനെ ഇവിടെ അകത്തുണ്ട്. മോളെ, മോളുടെ പേരെന്താ? ബിന്ദു. മിടുക്കി. അമ്മയുടെ മോള് തന്നെ. അയ്യോ, അവള് വലിയ കുസൃതിയാ. ഇന്നാ മോന്. നിനക്ക് ചോക്ലേറ്റ് വേണോ? വേണം. എന്നാ വാ. ചോക്ലേറ്റ് എന്നാ എനിക്കൊരു കൂട്ടം തരുമോ? എന്തോ? ഒരു ഉമ്മ തരാം. എന്നതാ? ഇവിടെ. ഹലോ, ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ്. മിസ്റ്റർ രവി ഒന്ന് ഫോൺ ചെയ്തിരുന്നെങ്കിൽ ഞാൻ കാർ അയക്കുമായിരുന്നല്ലോ. അന്നേരം ഞങ്ങൾ ഒരു ടാക്സിയിലിങ്ങ് പോന്നു. നിനക്ക് ഡാൻസ് ആയിട്ടാൻ അറിയോ? എന്നൊന്ന് കളിച്ചേ. കുഞ്ഞുങ്ങളുടെ ഫോട്ടോ എടുത്തോ? എടുത്തു. കുട്ടികളുടെ ഫോട്ടോ അവരറിയാതെ എടുത്താൽ നന്നായിരിക്കും. വലിയവരുടെ കാര്യത്തിലും അത് തന്നെ നല്ലത്. മിസ്റ്റർ രവി, ഏതെങ്കിലും ഒരു സ്ഥാപനത്തിൽ സ്ഥിരമായിട്ടൊരു ജോലിക്ക് ശ്രമിക്കാത്തത് എന്താ? ആരുടെയും നിയന്ത്രണത്തിൽ കഴിയുന്നത് എനിക്കിഷ്ടമല്ല. ഐ എം എ ഫ്രീലാൻസർ, സ്വതന്ത്ര ജീവി. നമുക്ക് കാപ്പ് കുടിച്ചിട്ട് സംസാരിക്കാം. ഓ യെസ്, ഒരു വിരോധവും വരും. അയ്യോ, മതി മതി മതി. ഒന്നും കഴിച്ചില്ലല്ലോ. ഞങ്ങൾ ഒരു കാപ്പ് കൂടി കഴിഞ്ഞാ ഇങ്ങ് വന്നത്. വാ മോളെ, കൈ കഴുകാം. രേവതി, നീ ജോലിക്കൊന്നും ശ്രമിച്ചില്ലേ? ഞാൻ ജോലിക്ക് പോയി സമ്പാദിക്കേണ്ടെന്നാ അദ്ദേഹത്തിന്റെ അഭിപ്രായം. ഈ ഫോട്ടോഗ്രാഫി നല്ല വരുമാനമുള്ള ജോലിയാണോ? പിന്നെ ചേട്ടന്റെ ഒരു ഫോട്ടോയ്ക്ക് ചിലപ്പോ 5000, 10000 ഒക്കെ കിട്ടും. ഒരു ഫോട്ടോയ്ക്ക് അത്ര വലിയ തുകയോ? അങ്ങനെയുള്ള അസാധാരണ ഫോട്ടോകളാ ചേട്ടൻ എടുക്കുന്നത്. എന്റെ രേവതി, നീ ഭാഗ്യവതി തന്നെ. കോളേജിൽ എല്ലാവരും എന്നെ സന്യാസിനി എന്ന് വിളിച്ച് കളിയാക്കിയിരുന്നില്ലേ? പക്ഷെ എന്റെ പ്രാർത്ഥന പോലെ എനിക്കൊരു നല്ല ഭർത്താവിനെ കിട്ടി. ഞാനും മോളും അദ്ദേഹത്തിന് ജീവനാ. കൊച്ചു കുട്ടികളുടെ മനസ്സാ, ആരെയും സ്നേഹിക്കുന്ന പ്രകൃതം. ആട്ടെ, ഹൗ ഇസ് യുവർ ഹൗസ്? ഇറ്റ്സ് വെരി നൈസ്. എനിക്കൊരു ചെറിയ അസുഖം വന്നാൽ, എന്റെ മുഖം ഒന്ന് വാടിയാൽ പുള്ളിക്കാരന് സഹിക്കില്ല. വാ, നമുക്കപ്പുറത്തേക്ക് പോവാം. മോളെ, ഇങ്ങോട്ട് നോക്ക്, ഇങ്ങോട്ട് നോക്ക്.
തല ഇങ്ങോട്ട് സ്വല്പം ചെരിച്ചു പിടിച്ച്. ആ മോനും ഇങ്ങോട്ട് നോക്ക്, ചിരിക്ക് ചിരിക്ക്. ആ ആ ആ ഓക്കെ. ഞങ്ങളുടെ ഫോട്ടോ എന്ന് എടുക്കണ്ടേ? ഓ എടുക്കാമല്ലോ. കൂട്ടുകാരികളൊന്ന് ചേർന്ന് വെക്കണം. കൈയെടുത്ത് തോളി വെക്കണ്ട രേവതി. സ്മൈൽ സ്മൈൽ. ഓക്കെ. മക്കളെയും ചേർത്ത് ഒന്നുകൂടെ എടുക്കണം ചേട്ടാ. അതിനെന്താ, എടുക്കാമല്ലോ. വാ മക്കളെ. മോനെ ഇങ്ങോട്ട് നോക്ക്. ദേവമാവന്റെ മുഖത്തോട്ടല്ല, ക്യാമറയിലോട്ട് നോക്ക്. ആ ആ ഒന്നുകൂടെ എടുത്ത് കളയാം. മോനെ ബൈജു. ചേച്ചി വീട്ടിൽ നിന്ന് വരികയാണോ? അതേടാ. എന്താ വിശേഷം? ഒരു സന്തോഷ വാർത്ത നിന്നെ അറിയിക്കാനാണ് ഞാൻ വന്നത്. എന്താ ചേച്ചി? കുഞ്ഞുങ്ങൾക്കുണ്ടാകുന്ന രോഗങ്ങളെയും അതിന്റെ നിവാരണ മാർഗങ്ങളെയും പറ്റി കൂടുതൽ പഠിക്കാൻ സ്കോളർഷിപ്പോടെ ഞാൻ ജർമ്മനിക്ക് പോകുന്നു. നാളെ കഴിഞ്ഞാണ് യാത്ര. ഏതായാലും വളരെ കാലമായിട്ട് ചേച്ചിക്കൊണ്ടായിരുന്ന ഒരു ആഗ്രഹം സാധിച്ചല്ലോ. ആഹാ, രേവതിയോ? സുഖാണോ? അതെ. എത്ര കുട്ടികളായി? ഇവള് മാത്രമേ ഉള്ളൂ. എന്താ മോടെ പേര്? ഏതായാലും കൂട്ടുകാരികൾ രണ്ടും ഒരു സ്ഥലത്തായല്ലോ. നിങ്ങൾ നേരത്തെ പരിചയക്കാരാണോ? അതെ, ഞങ്ങളുടെ കോളേജ് ഹോസ്റ്റലിലെ ഡോക്ടറായിരുന്നു. ബൈ ദ വേ മിസ്റ്റർ രവി, ഇതെന്റെ മൂത്ത സഹോദരി ഡോക്ടർ വാസന്തി. ഇത് രേവതിയുടെ ഭർത്താവ് മിസ്റ്റർ രവി. നമസ്കാരം. ആഹാ, അത്രേ ഉള്ളൂ. മിസ്റ്റർ രവി, ചേച്ചിയും ചേർത്ത് എല്ലാരും കൂടെ ഒരു ഫോട്ടോ എടുക്കണമെന്നാണ് നമ്മുടെ ശ്രീമതി പറയുന്നത്. അതിനെന്താ, എടുക്കാമല്ലോ. എല്ലാവരും ചേർന്ന് നിന്നാട്ടെ. റെഡി. മോനെ, അപ്പച്ച് പോട്ടെ. ഞാൻ വരട്ടെ. ഊണ് വെച്ചിട്ട് പോകാൻ ചേച്ചി. വേണ്ട, അല്പം ധൃതിയുണ്ട്. എടാ വിജയ, എന്നെ യാത്രയ്ക്ക് നിങ്ങൾ എയർപോർട്ടിൽ വരണം. വരാൻ ചേച്ചി. വരട്ടെ. എന്നാൽ നമുക്ക് ഇറങ്ങാൻ രേവതി. നിങ്ങളെന്നാ ഞങ്ങളുടെ വീട്ടിൽ വരുന്നത്? ഒരു ദിവസം വരാം. വരട്ടെ. ഓക്കെ. വാമളെ. ഈ പെൺകുട്ടിയെ ഇതിനു മുൻപ് ഞാൻ എവിടെയോ കണ്ടിട്ടുണ്ടല്ലോ. നല്ല മുഖപരിചയം.